ബൈപോളാർ ഡിസോർഡർ അഥവാ ഉന്മാദ വിഷാദ രോഗം. ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. അത് നമ്മുടെ മൂഡ് സ്വിങ്സിനെ എക്സ്ട്രീമായി ബാധിക്കുന്നുണ്ട്. ഇത് 2 തരത്തിലാണ് ഉള്ളത്. ഒരു കണ്ടീഷനാണ് മാനിയ, അടുത്തത് ഡിപ്രഷൻ. മാനിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഇമോഷണൽ ഹൈ ആയിരിക്കും, ഡിപ്രഷനിൽ അത് ലോ ആയിരിക്കും. എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷനിൽ വരുന്ന വേരിയേഷൻസ് അഥവാ മൂഡ് സ്വിങ്സിനെയാണ് ഈ ഒരു ബൈപോളാർ ഡിസോർഡറിൻ്റെ മാനിയ ഓർ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ബൈപോളാർ ഡിസോർഡറിൻ്റെ മാനിയാക് എപ്പിസോഡിൽ വരുന്ന കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ഇവയൊക്കെയാണ്. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ വളരെ ഹാപ്പിയും ആക്റ്റീവും എനർജറ്റിക്കുമായിരിക്കും, വളരെ ടോക്കറ്റീവ് ആയിരിക്കും, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകും, എല്ലാ കാര്യങ്ങളിലും ഓവർ കോൺഫിഡൻസ് ആയിരിക്കും, അതുപോലെ തന്നെ എല്ലാ റിസ്കുകളും എടുക്കാൻ വളരെ ആക്റ്റീവായിരിക്കും. ഇതൊക്കെയാണ് കൂടുതലായി മാനിക് എപ്പിസോഡിൽ കണ്ടുവരുന്ന സിംറ്റംസ്. അടുത്തതായി വരുന്നതാണ് ഡിപ്രഷൻ എപ്പിസോഡ്. ഇതിൽ കാണപ്പെടുന്ന സിംറ്റംസ് ആണ് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ വളരെ സാഡും ഹോപ്പ്ലെസ്സുമായിട്ടിരിക്കുക, വിശപ്പിൽ വരുന്ന ചേഞ്ചസ്, സൂസൈഡ് അറ്റംപ്റ്റിനെ പറ്റി ഓവറായിട്ട് ചിന്തിക്കുക, എനർജി ഇല്ലാത്തതുപോലെയും അതുപോലെ തന്നെ വളരെ ക്ഷീണമായും അനുഭവപ്പെടുക, ഓർമ്മക്കുറവും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ഇല്ലായ്മ പോലെയുള്ള ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടുക. ഇതൊക്കെയാണ് കൂടുതലും ഡിപ്രഷൻ എപ്പിസോഡിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ബൈപോളാർ ഡിസോർഡറിൻ്റെ കോസസിൽ മെയിനായിട്ട് വരുന്നതാണ് ജനറ്റിക് പ്രീഡിപ്പോസിഷൻ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ആൽക്കഹോൾ പോലെയുള്ള സബ്സ്റ്റൻസസിൻ്റെ ഓവർ യൂസിങ്, ന്യൂറോ കെമിക്കൽ ഇംബാലൻസസ് അഥവാ സെറോട്ടോണിൻ, ഡോപാമിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, സീസണൽ ചേഞ്ചസ്, ചൈൽഡ്ഹുഡ് ട്രോമ. ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ടാണ് ബൈപോളാർ ഡിസോർഡേഴ്സ് വരാൻ കാരണമാകുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയവും ചികിത്സയും ബൈപോളാർ ഡിസോർഡർ റിക്കവർ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. മെഡിക്കേഷൻസും സൈക്കോതെറാപ്പികളിലൂടെയും ഒരു പരിധിവരെ നമുക്കിതിൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. 80% ആളുകൾ ബൈപോളാർ ഡിസോർഡറിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ട്.